ഹേ സിനിമയിൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. 3 വർഷത്തെ സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ പെഡ്ഡി എന്ന ചിത്രത്തെ പറ്റിയാണ്. സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന മെയ് 18 റിലീസ് ചെയ്യും. സിനിമ ജൂൺ 4 തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പെഡ്ഡി എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഉണ്ടായൊരു ചിത്രമാണ് മധുവിധു. അപ്പോൾ സർഫുദ്ദീൻ നായകനായ ഈ ചിത്രം ഈ വരുന്ന മെയ് 22 നമ്മുടെ സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അതിരടി എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന ദിവസം വൈകിട്ട് 5 മണിക്ക് വരുന്നതെന്ന് പറഞ്ഞാണ്. പക്ഷേ അത് വന്നില്ല. ഒരു ടെക്നിക്കൽ എററൊക്കെ കാരണം സിനിമയുടെ ഈ ട്രെയിലർ റിലീസ് നാളെ മെയ് 12 രാവിലെ വരുന്നതായിരിക്കും. നമ്മുടെ ദുരന്തരങ്ങൾ OTT റിലീസ് തുകയാണ് ഈ ആഴ്ച മെയ് 14 നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഹിന്ദി ഭാഷയിലൂടെ നമ്മുടെ ഇന്ത്യക്ക് പുറത്തായിരിക്കും റിലീസ് ചെയ്യുന്നത്. മെയ് 15 നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജിലൊക്കെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജ് മെയ് 15 റിലീസ് ചെയ്യുന്നത്. മെയ് 14 ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വെളുപ്പിനെ 12 വന്ന ഒരു അപ്ഡേറ്റാണ് നമ്മുടെ ടൊവിനോ നസ്രിയയുടെ പടമായ എൽ ക്ലാസിക്കോ. സിനിമയ്ക്ക് ചെറിയൊരു തലയും കൂടിയുണ്ട്. ഗ്രേസിയസ് എൽ ക്ലാസിക്കോ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ എന്തായാലും ഒരു ഫുട്ബോൾ പരിപാടിയൊക്കെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കാട്ടാളം എന്ന സിനിമ അങ്ങനെ ഈ മാസം ഉറപ്പിച്ചിരിക്കുകയാണ്. മെയ് 28 ആ ഡേറ്റ് അങ്ങനെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അവരിങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ഇടുമ്പോൾ മെയ് എന്ന് മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ ഡേറ്റ് വന്നിട്ട് മെയ് 28 അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാട്ടാളം എന്തായാലും തകർക്കട്ടെ. അപ്പോൾ എന്തായാലും കാട്ടാളം സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രഭാസിൻ്റെ കൽക്കി 2 എന്ന ചിത്രത്തിൽ നമ്മുടെ നാനി ഒരു ഭാഗമാവുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചെറിയൊരു ക്യാമിയോ റോള് ദുൽഖറിനെ പോലെ ആദ്യത്തെ പാട്ട് കണ്ട പോലെ ചെറിയ റോൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു റൂമേഴ്സ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആ റൂമേഴ്സൊക്കെ ശരിയാവട്ടെ. എന്തായാലും നമുക്ക് നാനിയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അഖിൽ സത്യൻ്റെ ചിത്രവും പിന്നെ അൽതാഫ് സലീം റൈറ്ററായിട്ട് എത്തുന്ന ചിത്രമാണ്. നമ്മുടെ നിവിൻപോളിയാണല്ലോ നായകൻ. അപ്പോൾ നടിയായിട്ട് എത്തുന്നത് നമ്മുടെ നസ്രിയാണ്. ചെറിയ റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ OTT സിനിമ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.